വെൽക്കം ബാക്ക്. റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ കള്ളിനൻ ഡയമണ്ട് ഐറിസ്, ഇബ്രാഹിം അൽ ഖുറൈഷിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഇതിന്റെ പ്രസന്റേഷൻ ഇങ്ങനെയാണ്. ഞാനത് ഓൾറെഡി അൺബോക്സിങ് ചെയ്താണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു പാക്കിംഗ് പരിപാടി ഓപ്പൺ പരിപാടി ഒന്നും ചെയ്യുന്നില്ല. നേരെ പ്രസന്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. കള്ളിനൻ ഡയമണ്ട് ഐറിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇബ്രാഹിം അൽ ഖുറൈഷിന്റെ ലോഗോ ഇവിടെയുണ്ട്. ഇവിടെയും ഇബ്രാഹിം അൽ ഖുറൈഷിന്റെ ലോഗോ. 150 ml ആണ് അവിടെ പെർഫ്യൂം കോൺസെൻട്രേഷൻ. നമുക്ക് സ്മെല്ല് ടെസ്റ്റ് ചെയ്യാം. ഓൾറെഡി ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒറ്റ സ്പ്രേ അടിക്കുന്നുള്ളൂ. ഒന്ന് സെറ്റിലാവട്ടെ. നമുക്ക് നോട്ട്സ് നോക്കാം. പൈനാപ്പിൾ ഗ്രേപ്പ് ഫ്രൂട്ട് ആണ് ടോപ്പ് നോട്ട്. മിഡിൽ നോട്ട് ജാസ്മിൻ, ബെർഗമോട്ട്, പച്ചോളി. ബേസ് നോട്ട് ഐറിസ് ഡി, പൈൻ, റോസ്. ഇത്രയാണ് ഇതിന്റെ നോട്ട്സുകൾ. ഈ പെർഫ്യൂം ഒരു ഫ്രഷ് സിട്രസി പെർഫ്യൂമാണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ പൈനാപ്പിളിന്റെയും ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ഒരു സിട്രസി ഫ്രഷ് ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് സ്റ്റാർട്ടിങ്ങിൽ. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ പഴുത്ത പൈനാപ്പിൾ അല്ല, പഴുക്കാൻ പോകുന്ന ഒരു പഴുപ്പ് കുറഞ്ഞ പൈനാപ്പിളിന്റെ സ്മെല്ല്. ഗ്രേപ്പ് ഫ്രൂട്ടിന്റെയും ഒരു സിട്രസി സ്മെല്ലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ. ഞാൻ ഇബ്രാഹിം അൽ ഖുറൈഷിന്റെ പെർഫ്യൂമുകളപ്പം കുറേ ആയി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഓരോന്ന് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മിക്കതും ക്ലോൺ പെർഫ്യൂമുകളാണ്. അപ്പൊ ഇവരൊരു ക്ലോൺ ഹൗസ് ആണ്. അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. നിഷാനെ ഹസിവാത്ത് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമിന്റെ പേരാണ്. ഞാനിപ്പോ ഇത് ഈ ഒറിജിനലൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇത് നേരെ കോപ്പിയാണോ അതിൽ വല്ല ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഓരോ പെർഫ്യൂമുകൾ ചെയ്യാൻ എടുക്കുമ്പോഴും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഓരോന്നിന്റെയും ഇൻസ്പയർഡ് വേഷനായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് ഇവർ ഇറക്കുന്നത്. അത് പെർഫോമൻസും ലാസ്റ്റിങ്ങും അതിന്റെ ഒരു ജ്യൂസും എല്ലാം നല്ല ക്വാളിറ്റിയായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഇത് മേക്ക് ചെയ്ത പോരെ. ഇവരുടെ ഓൺ ബ്രാൻഡിൽ ഒരു പെർഫ്യൂമും ഇല്ലേ, അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പം സ്റ്റാർട്ടിങ്ങിലെ ഈ പൈനാപ്പിളിന്റെയും ഈ ഒരു ഗ്രേപ്പ് ഫ്രൂട്ടിന്റെയും ഒരു ഓപ്പണിങ് കഴിഞ്ഞ് പിന്നെ നേരെ വരുന്നത് നല്ല ലെമണിന്റെ ഒരു പ്രസൻസ് ആണ്. ഈ ഒരു സ്റ്റാർട്ടിങ് ഒരു 3 മിനിറ്റ് നേരം ഈ രണ്ട് നോട്ട്സ് ആണ്. അതിന്റെ 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല പച്ച നാരങ്ങ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ നാരകത്തിന്റെ മുള്ള് അല്ലെങ്കിൽ പച്ച നാരങ്ങയുടെ ഇല നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഞെരടി പിഴിഞ്ഞിങ്ങനെ സ്മെല് ചെയ്താൽ കിട്ടുന്ന അത്രയും ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു നാരങ്ങയുടെ സ്മെല്ലാണ് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇതിന്റെ ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു എർത്തി, ഒരു ഫോറസ്റ്റ് ഗ്രീനിഷ് വൈബിലുള്ള പൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വുഡി. ഈ ഫ്രഷ് നോട്ടിൽ ഒക്കെ കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു നോട്ടാണ് വുഡി, ആംബറൊക്കെ. ഇത് കൂടുതലായിട്ടും ഈ പെർഫ്യൂമിന്റെ സ്ട്രെങ്ത് കൂട്ടാനും ഇതിന്റെ ലോഞ്ചിവിറ്റിയും ഇതിന്റെ ഒരു പെർഫോമൻസിനെയൊക്കെ ഒന്ന് ടോപ്പ് അപ്പ് വയ്ക്കാനും വേണ്ടിയാണ് കൂടുതലായിട്ടും ഈ ഒരു ആംബർ വുഡി നോട്ട്സ് ഒക്കെ കൂടുതലായിട്ട് ഈ പെർഫ്യൂമിലൊക്കെ ഉപയോഗിക്കുന്നത്. ഐറിസിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ട്. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഐറിസിന്റെ ഒരു പ്രസൻസ് ഒക്കെ ഇതിലുണ്ട്. ഈ ഐറിസ് ഒക്കെ കൂടുതലായിട്ട് ഒരു പൗഡറി ടൈപ്പ് ഒരു സ്മെല്ലൊക്കെ വരുന്നതിന് വേണ്ടിയാണ് ഈ ഐറിസ് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും ഈ ഒരു നാരങ്ങയുടെ ഒരു സ്മെല്ലാണ് അതിൽ എടുത്ത് നിൽക്കുന്നത്. ഒരു ഫ്രഷ് കാറ്റഗറിയിൽ വരുന്ന ഒരു പെർഫ്യൂമാണ്. ഒരു യുണീക്ക് സ്മെല്ലായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ക്രീഡ് അവന്റസിന്റെ ഒക്കെ ഒരു വൈബ് അടിക്കുന്നുണ്ട്. അതുപോലെ പല പെർഫ്യൂമുകളുടെയും ഒരു ചായകാച്ചൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഒരു ഓഫീസ് എവരിഡേ പെർഫ്യൂമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പെർഫോമൻസ് ഒരു ആവറേജ് പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഒരു 5 hourൊക്കെയാണ് എനിക്ക് ഡ്രസ്സിൽ കിട്ടിയത്. പ്രൊജക്ഷൻ തീരെ കുറവാണ്. നമ്മുടെ ഒരു ആം ലെങ്ത് ആ ഏരിയയിലേ വരുള്ളൂ. പക്ഷെ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മളിൽ നിന്നൊരു അവർക്കൊരു ഫ്രഷ് ഫീല് അല്ലെങ്കിൽ ഫ്രഷ് വൈബ് കിട്ടുന്ന ഒരു സ്മെല്ല്. ബാക്കിയുള്ള ഇബ്രാഹിം അൽ ഖുറൈഷിയുടെ പെർഫ്യൂമുകളെ ഞാൻ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു കുറവാണ് പെർഫോമൻസ്. 2025 ബാച്ചാണ്. ഇനിയിപ്പോൾ പുതിയ ബാച്ചിന് എന്തെങ്കിലും റീഫോർമുലേറ്റഡ് ചെയ്തോ ഇല്ലെന്നൊന്നും അറിയില്ല. പക്ഷെ ഓക്കെ, ഒരു പെർഫ്യൂം, ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾ, നിഷാനെ ഹസിവാത്ത് എന്ന പെർഫ്യൂമൊക്കെ വാങ്ങാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.